കേരളം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കടക്കുകയാണ്. 2026 പോരാട്ടത്തിന് കളമൊരുങ്ങുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും ഒരുപോലെ ഉറ്റുനോക്കുന്നത് ഒരേ ഒരു ജില്ലയിലേക്കാണ്, ഭരണസ്ഥിരാ കേന്ദ്രമായ തിരുവനന്തപുരത്തേക്ക്. കേരളത്തിൻ്റെ സിംഹാസനത്തിലേക്കുള്ള വഴി കടന്നു പോകുന്നത് തലസ്ഥാന നഗരിയിലൂടെയാണ് എന്നത് കേവലം ഒരു രാഷ്ട്രീയ ക്ലീശയല്ല, മറിച്ച് അക്കങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു ചരിത്ര സത്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആര് മേധാവിത്വം നേടുന്നുവോ അവർ കേരളം ഭരിക്കും. ഈ സമവാക്യം കഴിഞ്ഞ നൂറ്റാണ്ടായി തെറ്റിയിട്ടില്ല. നമുക്കൊന്ന് ചരിത്രം പരിശോധിക്കാം. 21 വർഷങ്ങൾക്ക് മുൻപ് 2001 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ AK ആൻ്റണിയുടെ നേതൃത്വത്തിൽ UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഭൂരിഭാഗം സീറ്റുകളും അവർക്കൊപ്പമായിരുന്നു. ആകെയുള്ള 14 സീറ്റുകളിൽ 10 സീറ്റുകളെന്ന് UDF നേടിയിരുന്നു. സംസ്ഥാനമൊട്ടാക്കി 100 സീറ്റുകൾ സ്വന്തമാക്കി UDF അന്ന് അധികാരത്തിലെത്തി. പിന്നീട് 2006 VS അച്യുതാനന്ദൻ്റെ തരംഗത്തിൽ LDF അധികാരത്തിലേറിയപ്പോൾ തലസ്ഥാന ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 9 സീറ്റുകൾ ഇടതുപക്ഷം സ്വന്തമാക്കി. ആ കാറ്റ് വീണ്ടും തിരിഞ്ഞു വീശിയത് 2011 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF കഷ്ടിച്ച് അധികാരത്തിലെത്തിയ ആ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ 14ൽ 8 സീറ്റുകളും നേടി UDF മേധാവിത്വം ഉറപ്പിച്ചു. LDF അന്ന് 6 സീറ്റിലൊതുങ്ങി. തലസ്ഥാനത്തെ ആ 2 സീറ്റിൻ്റെ ലീഡാണ് അക്ഷരാർത്ഥത്തിൽ അന്ന് UDFനെ ഭരണത്തിലെത്തിച്ചത്. എന്നാൽ 2016 കഥ മാറി. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ LDF അധികാരത്തിലെത്തിയപ്പോൾ തിരുവനന്തപുരത്ത് അവർ ചരിത്ര വിജയം നേടി. 14ൽ 10 സീറ്റുകളും LDF പിടിച്ചെടുത്തപ്പോൾ UDF വെറും 3 സീറ്റിലേക്ക് ചുരുങ്ങി. ഒരു സീറ്റ് NDA നേടി. ഏറ്റവും ഒടുവിൽ 2021 ഭരണ തുടർച്ചയുടെ ചരിത്രമെഴുതിയ തിരഞ്ഞെടുപ്പിൽ തലസ്ഥാന ജില്ല അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ചെങ്കോട്ടയായി മാറി. 14ൽ 13 സീറ്റുകളും തൂത്തുവാരിയാണ് LDF കേരളത്തിൻ്റെ ഭരണം നിലനിർത്തിയത്. ഈ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: തിരുവനന്തപുരത്തിൻ്റെ ഹൃദയമിടിപ്പറിയാതെ ആർക്കും കേരളം ഭരിക്കാനാകില്ല. ഇത്തവണയും തിരുവനന്തപുരം ജില്ലയിൽ മേധാവിത്വം നേടുകയും കേരളത്തിൽ അധികാരം തിരികെ പിടിക്കുകയും ചെയ്യുമെന്ന വലിയ അവകാശവാദത്തിലാണ് കോൺഗ്രസും അവർ നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയവും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലെ ചില മുന്നേറ്റങ്ങളും കണ്ട് 2026 വലിയ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരുമെന്ന് സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യം അവശേഷിക്കുന്നു. നിലവിലെ സാഹചര്യം അനുസരിച്ച് അങ്ങനെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യം. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പുറമേ ഐക്യം പ്രസംഗിക്കുന്ന UDF ഉള്ളിൽ തകർന്നു തരിപ്പണമായ അവസ്ഥയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭരണ തുടർച്ച സ്വപ്നം കണ്ട നേതാക്കൾക്ക് മുന്നിൽ ഇത്തവണയും UDFന് തലസ്ഥാനത്ത് വലിയ തോൽവി തന്നെയായിരിക്കും കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന സ്ഫോടനാത്മകമായ ചില സൂചനകളാണ് താഴെത്തട്ടിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു കാര്യം ഇന്നു തന്നെ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും: വോട്ടെണ്ണൽ ദിനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും LDF വിജയിച്ചു എന്ന് മാധ്യമങ്ങൾ ആദ്യം ഫ്ലാഷ് ന്യൂസ് നൽകാൻ പോകുന്ന 2 മണ്ഡലങ്ങളുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലെ കോൺഗ്രസിൻ്റെ പിടിപ്പുകേടും അഹങ്കാരവും കാരണം ഇടതുപക്ഷം ഇപ്പോൾ തന്നെ വിജയം ഉറപ്പിച്ച 2 മണ്ഡലങ്ങൾ. അതിലാദ്യത്തേത് ചിറയൻകീഴാണ്. ചരിത്രമുറങ്ങുന്ന പ്രസിദ്ധമായ ശർക്കര ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ചിറയൻകീഴ് നിയമസഭാ മണ്ഡലം. മുൻപ് ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന പിന്നീട് പുനർനിർണയത്തിലൂടെ ചിറയൻകീഴായി മാറിയ ഈ പ്രദേശം പഴയ കിളിമാനൂർ മണ്ഡലത്തിൻ്റെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു സംവരണ മണ്ഡലമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള മണ്ണാണിത്. പഴയ കിളിമാനൂർ മണ്ഡലത്തിൻ്റെ ചരിത്രമെടുത്താൽ കൂടി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെ കോൺഗ്രസിനോ UDFനോ ഇവിടെയൊരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ചരിത്ര സത്യം തന്നെ മതി ഈ മണ്ഡലത്തിൻ്റെ ഇടതുപക്ഷ സ്വഭാവം മനസ്സിലാക്കാൻ. ഇത്തരമൊരു പ്രതികൂല സാഹചര്യത്തിലും അല്പമെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ നെഞ്ചത്തേക്കാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വലിയൊരു ബോംബ് ഇട്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കോഴിക്കോട് നിന്നുള്ള രമ്യ ഹരിദാസിനെ ചിറയൻകീഴിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം. ആലത്തൂരിൽ MP ആയിരുന്ന രമ്യ ഹരിദാസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ പരാജയപ്പെട്ടു. തുടർന്ന് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി വീണ്ടും അവർക്ക് അവസരം നൽകിയെങ്കിലും അവിടെയും ജനങ്ങൾ അവരെ തിരസ്കരിച്ചു. KPCC വൈസ് പ്രസിഡന്റ് അടക്കം പാർട്ടിയുടെ നിരവധി പദവികൾ അനുഭവിച്ച തുടർച്ചയായി പരാജയപ്പെടുന്ന ഒരു നേതാവിന് ഇപ്പോൾ തിരുവനന്തപുരത്തെ ദളിത് കോൺഗ്രസ് നേതാക്കളുടെ തലയ്ക്ക് മുകളിലൂടെ മണ്ഡലത്തിൽ കെട്ടിയിറക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദ്യം.
ഇതിനെതിരെ മണ്ഡലത്തിൽ മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലൊട്ടാകെ കോൺഗ്രസിലെ ദളിത് നേതാക്കൾ വലിയ കലാപമാണ് ഉയർത്തിയിരിക്കുന്നത്. ചിറയൻകീഴ് മണ്ഡലത്തിൽ കഴിഞ്ഞ 25 വർഷമായി ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്ന KS അജിത് കുമാറിനെ പോലെയുള്ള പ്രാദേശിക നേതാക്കളെ തഴഞ്ഞാണ് ഈ നീക്കം. തങ്ങളുടെ ജീവിതം മുഴുവൻ കോൺഗ്രസിന് വേണ്ടി ഒഴിഞ്ഞുവച്ച, തെരുവുകളിൽ സമരം ചെയ്ത് ജയിൽവാസം അനുഭവിച്ച തിരുവനന്തപുരത്തെ ദളിത് നേതാക്കളെ ഒന്നടങ്കം അപമാനിക്കുന്നതാണ് ഈ തീരുമാനമെന്നാണ് അവർ പറയുന്നത്. മണ്ഡലത്തിൽ ആദ്യം നടത്തിയ സർവേകളിൽ പോലുമില്ലാത്ത ഒരു പേര് പെട്ടെന്ന് കടന്നു വന്നതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ഈ തീരുമാനം മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിലെ മുഴുവൻ ദളിത് നേതാക്കളും ഒറ്റക്കെട്ടായി നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരെ തിരിയുമെന്നാണ് അവർ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് നടക്കും മുൻപേ തന്നെ ചിറയൻകീഴിൽ UDFൻ്റെ പരാജയം കോൺഗ്രസ് നേതൃത്വം തന്നെ ഉറപ്പാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് വരാം. വാമനപുരം. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം. മലയോര മേഖലകളും കർഷകരും സാധാരണക്കാരും തിങ്ങിപ്പാർക്കുന്ന മണ്ണ്. ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് CPMൻ്റെ ഉരുക്കുകോട്ടയാണത്. ചരിത്രത്തിൽ ഒരേ ഒരു തവണ മാത്രമാണ് ഇവിടെ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള വാമനപുരത്ത് ഇത്തവണയെങ്കിലും ഒരത്ഭുതം സംഭവിക്കുമെന്ന് കരുതിയ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മുഖത്തേക്കാണ്, കോൺഗ്രസ്സുകാരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കടൽക്കിളവന്മാരായ ചില നേതാക്കൾ വാതിലടയ്ക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ തെരുവുകളിൽ ചോര ചിന്തി സമരം ചെയ്തത് കോൺഗ്രസിലെ യുവജന നേതാക്കളാണ്. LDFൻ്റെ ഉറച്ച കോട്ടയായ കല്ലറ ജില്ലാ ഡിവിഷൻ പിടിച്ചെടുത്ത സുധീർ ഷാ പാലോട്, കിളിമാനൂർ ഡിവിഷനിൽ വലിയ വിജയം നേടിയ GG ഗിരികൃഷ്ണൻ, സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരന്തരം സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ SK അഭിജിത്ത്, പാർട്ടിക്കായി ഗ്രൂപ്പ് നോക്കാതെ കഷ്ടപ്പെട്ട JS അഖിൽ തുടങ്ങി നിരവധി യുവ നേതാക്കൾ തലസ്ഥാനത്തുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വന്നപ്പോൾ ഈ യുവ പോരാളികളെ മുഴുവൻ വെട്ടിമാറ്റി 75 വയസ്സ് പിന്നിട്ട, ജനങ്ങൾ പലതവണ തോൽപ്പിച്ച പഴയ മുഖങ്ങളെ വീണ്ടും അവതരിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം. വാമനപുരത്ത് മുൻ DCC പ്രസിഡന്റും മുൻ ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്ന പാലോട് രവിയെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. ഇതിനെതിരെ വാമനപുരം മണ്ഡലത്തിൽ അക്ഷരാർത്ഥത്തിൽ പോസ്റ്റർ യുദ്ധമാണ് നടക്കുന്നത്. സേവ് കോൺഗ്രസ് വാമനപുരം എന്നും ജനഗണ മംഗള രവിയെ വേണ്ട എന്നും കടൽക്കിളവന്മാർ മാറി നിൽക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തെരുവിലിറങ്ങിയിരിക്കുന്നു. ഇത് കേവലം ഒരു വ്യക്തി വിരോധമല്ല. പാലോട് രവിയുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ പ്രവർത്തകരുടെ ഈ രോഷം ന്യായമാണെന്ന് മനസ്സിലാക്കും. വിവാദങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം. ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കെ CPI നേതാവിൻ്റെ മകളെ പേഴ്സണൽ സ്റ്റാഫിൽ തിരികെ കയറ്റിയതു മുതൽ MG കോളേജിലെ സ്ഫോടക വസ്തു കേസിൽ ABVP പ്രവർത്തകരെ വഴിവിട്ട് സഹായിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ അകറ്റിയതുവരെയുള്ള കാര്യങ്ങൾ പ്രവർത്തകർ മറന്നിട്ടില്ല. പോരാത്തതിന് സ്വന്തം പ്രവർത്തകരെ പോലും തല്ലുന്ന നേതാവാണ് അദ്ദേഹം. നെടുമങ്ങാട്ടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വെമ്പായം ബ്ലോക്ക് പ്രസിഡന്റ് വഴി പണപ്പിരിവ് നടത്തിയെന്ന ആരോപണം ചോദ്യം ചെയ്ത DCC ജനറൽ സെക്രട്ടറി കല്ലയം സുഗുവിനെ അദ്ദേഹം മർദ്ദിച്ചത് വലിയ വാർത്തയായിരുന്നു. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ, ഈ പാർട്ടിയെ എടുക്കാച്ചടക്ക് എന്ന് ഫോണിലൂടെ വിശേഷിപ്പിച്ച ആ നാണക്കേടിൻ്റെ പേരിൽ DCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഇതേ പാലോട് രവിയാണ് ഇപ്പോൾ അതേ പാർട്ടിയുടെ ചിഹ്നത്തിൽ വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നത്. നെടുമങ്ങാട് മണ്ഡലത്തിൽ തനിക്ക് ജയിക്കാൻ വേണ്ടി വാമനപുരത്തെ കോൺഗ്രസ് വോട്ടുകൾ കാലാകാലങ്ങളായി അദ്ദേഹം എതിരാളികൾക്ക് മറിക്കുന്നു എന്ന വലിയ ആരോപണം കോൺഗ്രസ് അണികൾക്കിടയിൽ തന്നെയുണ്ട്. ഇത്തരമൊരു നേതാവിനെ വീണ്ടും വാമനപുരത്ത് കെട്ടിയിറക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ചോദ്യം. വിജയസാധ്യതയുള്ള യുവാക്കളെ ബലി കൊടുത്ത് സാമുദായിക സമവാക്യങ്ങളുടെ പേരും പറഞ്ഞ് ഇത്തരം നേതാക്കളെ ഇറക്കുന്നത് LDFന് വാമനപുരത്ത് കാര്യങ്ങൾ എളുപ്പമാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ളതാണ് സത്യം. കാര്യങ്ങൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ UDF വൻ തകർച്ചയെ നേരിടും എന്നതിൽ ഒരു സംശയവുമില്ല. വാമനപുരത്തെയും ചിറയൻകീഴിലെയും അസംതൃപ്തി കേവലം അവിടെ മാത്രം ഒതുങ്ങില്ല. അത് നെടുമങ്ങാടും കഴക്കൂട്ടത്തും ആറ്റിങ്ങിലും ഉൾപ്പെടെ ജില്ലയാകെ പടർന്നു പിടിക്കും. താഴെത്തട്ടിലെ പ്രവർത്തകരുടെ വികാരം മനസ്സിലാകാതെ, അവരുടെ വിയർപ്പിന് വില കൽപ്പിക്കാതെ ഹൈക്കമാൻഡ് ഡൽഹിയിലിരുന്ന് തയ്യാറാക്കുന്ന ലിസ്റ്റുകൾ തിരുവനന്തപുരത്തെ ജനങ്ങൾ ചവറ്റുകുട്ടയിലെറിയും എന്ന കാര്യം ഉറപ്പാണ്. തിരുവനന്തപുരത്ത് ആര് മേധാവിത്വം നേടുന്നുവോ അവർ കേരളം ഭരിക്കുമെന്ന സത്യം ഒരിക്കൽ കൂടി നമ്മൾ ഓർക്കുക. നിലവിലെ ഈ പൊട്ടിത്തെറികളും സ്ഥാനാർത്ഥി നിർണയത്തിലെ കോൺഗ്രസിൻ്റെ ജനവിരുദ്ധ നിലപാടുകളും കാണുമ്പോൾ ചിറയൻകീഴിലെയും വാമനപുരത്തെയും വോട്ടെണ്ണൽ ഫലം LDFന് അനുകൂലമായി ആദ്യമേ തന്നെ മാധ്യമങ്ങൾ പ്രഖ്യാപിക്കുമെന്നത് ഒരു രാഷ്ട്രീയ പ്രവചനം മാത്രമല്ല, ഉറപ്പുള്ള ഒരു യാഥാർത്ഥ്യവുമാണ്. ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ മികവിനും അച്ചടക്കത്തിനും മുന്നിൽ പരസ്പരം പോരടിക്കുന്ന UDF നേതൃത്വം ആയുധം വെച്ച് കീഴടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്.
ഇനിയും തിരുത്താൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തത്തിനാകും 2026 തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുക. കാത്തിരുന്ന് തന്നെ കാണാം.